കണ്ണാകെ തൊട്ടപ്പോ തന്നെ പൊട്ടിപ്പോയില്ലേ കണ്ണിൻ ഇതിനെ കുറിച്ച് നിനക്ക് എന്താണ് പൊന്നാ പറയാനുള്ളത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, ഇന്നൊരു ഔട്ടിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നുള്ള ഡിസ്കഷനാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. ഡിസ്കഷൻ എപ്പോൾ തുടങ്ങിയാലും ഞങ്ങൾ രണ്ടുപേരും കച്ചറ കേട്ടോ. എനിക്ക് പിന്നെ രണ്ട് മൈൻഡാണ്. കച്ചറ കൂടിയ സമയം തന്നെ എനിക്ക് അത് മാറ്റാനും പറ്റും. അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എൻ്റെ മൂഡ് വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. പിന്നെ അതിൻ്റെ പേരിലായിരിക്കും കേട്ടോ കച്ചറ ഫുള്ളും. സീരിയസ് കാര്യം പറയുന്ന സമയത്ത് ഞാൻ കോമഡി ആക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഞങ്ങളൊരു സ്ഥലം ഡിസൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങളൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതൊന്നുമല്ല കേട്ടോ. ആരോ ക്ലയൻറ്റിന് അങ്ങനെ എന്തോ കാണാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കൂടെ ഞാൻ കയറിയെന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ സമയമുള്ള പോലെ തോന്നി. അപ്പോൾ വിചാരിച്ചു എവിടേക്കെങ്കിലും പോകാമെന്ന്. അങ്ങനെ ആട്ടോ ഈ സ്ഥലം ഡിസൈഡ് ചെയ്തത്. പിന്നെ ഒരുപാട് ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ലോങ് പോകാനും പറ്റില്ല, കാരണം വീട്ടിലും പറയാത്തതുകൊണ്ട്. അതുകൊണ്ടാട്ടോ ഞങ്ങളിവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു നമ്മളെ ചാനലിൽ ഒരു ലോങ് വീഡിയോ കൂടി ഇടണമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളിന്ന് എന്തായാലും പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ എൻ്റെ ഒരു സജഷൻ പോലെ ഞാൻ പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ലൈഫിൽ നടക്കുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മളത് പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് സബ്സ്ക്രൈബേഴ്സിന് പുറമെ അത് പിന്നെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമ്മളെ ലൈഫിൽ നടന്ന നല്ല നല്ല മൊമെൻറ്റ്സ് കാണുന്ന ഒരു രസമാണ് കേട്ടോ. നമ്മളെ സ്റ്റോറേജ് കാര്യങ്ങളൊന്നും പോവില്ല. പിന്നെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമ്മളെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും ചെയ്യും. അതുമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ നെല്ലാർച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അവിടെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അവിടെ പോകുമ്പോൾ നല്ലൊരു റിലാക്സേഷനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഫോട്ടോസ് എടുക്കാനും പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് പോയിട്ടും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടോ. ആദ്യമൊന്നും ഇത്ര കടകളും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ കടകളും കാര്യങ്ങളും പിന്നെ കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യമൊന്നും അധികം ഇത്ര പേരൊന്നും ഉണ്ടാവലില്ലായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നോട് പൊന്നെ പറഞ്ഞു തരുമായിരുന്നു അപ്പുറത്തെ സൈഡിൽ കൂടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ വെയിലൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ നല്ല കാറ്റിൻ്റെ ചൂടൊന്നും നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതിന് കുളം ഉണ്ട് കേട്ടോ. അത് ചില ടൈമിൽ വരുമ്പോൾ നിറച്ചും ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പം അത്ര ഇല്ല, കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ അത്ര അങ്ങോട്ടേക്ക് പോയില്ല. ഞങ്ങൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളവിടെ വന്ന് ആമ്പലൊക്കെ പറിച്ചിട്ടൊക്കെ കേട്ടോ പോവാറ്. നല്ല രസമാണ്. ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭ്രാന്താണ് കേട്ടോ. ഒറ്റ ഇരിപ്പിന് 2-3 എണ്ണം അല്ലെങ്കിൽ കുറേ എണ്ണം തിന്നുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ ഞാൻ വേഗം പോയി. അപ്പോൾ ഐസ്ക്രീം ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര ഐസ്ക്രീം വാങ്ങിയാലും നമ്മൾ കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങുന്നത് ആ ലാസ്റ്റ് ഭാഗം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ ആ ലാസ്റ്റ് ഭാഗം കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവലില്ല കേട്ടോ. കാരണം ഈ ലാസ്റ്റത്തെ ഈ ഒരു ഭാഗം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീം മൊത്തം ഞാൻ തിന്നതിന് ശേഷം അധികം ആ ഭാഗം ആൾക്ക് കൊടുക്കാറാട്ടോ പതിവ്. ഐസ്ക്രീം വാങ്ങണ്ട പറഞ്ഞാൽ തന്നെ ഞാൻ 2-3 വട്ടം വാങ്ങാൻ പോകും. അപ്പോൾ പിന്നെ എത്ര വേണേലും വാങ്ങിക്കോ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വാങ്ങാണ്ടിരിക്കുമോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഐസ്ക്രീം വണ്ടീൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ട് ഞാൻ മുടിയൊക്കെ പിന്നെയും പിടിച്ച് കെട്ടുകയൊക്കെ ചെയ്തിട്ടോ. ഇതിനെ കുറിച്ച് നിനക്ക് എന്താണ് പൊന്നാ പറയാനുള്ളത്?
നമ്മൾ അത്രയും കറങ്ങി വെറൈറ്റി ആയിട്ട് വന്നിട്ട് ഇതായപ്പോൾ എന്താണ് പറയാനുള്ളത്? പറയൂ. ഞങ്ങൾ വെറൈറ്റി പഠിച്ചിട്ട് ഈ വഴി വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പാലം പണിയാണെന്ന്. അപ്പം ഞാൻ അവിടുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലം പണിയല്ലേ എന്ന്. അപ്പം അപ്പുറത്തെ റോഡ് കൂടിയാണ്. ഇപ്പം നമ്മൾ പിന്നെയും തിരിച്ച് വേറെ വഴി കൂടെ തന്നെ പോവാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന വഴിയല്ല കേട്ടോ തിരിച്ചു പോകുന്നത്, വേറൊരു വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വേറൊരു സ്ഥലത്തൂടെ നമുക്ക് വെറൈറ്റി ആയിട്ട് പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ കൊണ്ടുവരുന്നതിന് മുമ്പ് അവിടെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ പാലം പണി നടക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞു ആളടുത്ത്. അപ്പോൾ ആൾ പറഞ്ഞു അതല്ല, ഇത് വേറെ സ്ഥലത്താണ് പാലം പണി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ബ്ലോക്കായിട്ടോ. അവിടെ നല്ല പാലം പണി നടക്കുന്നതുകൊണ്ട് വലിയ വണ്ടികളൊന്നും അവിടെ കൂടെ കടത്തി വിടുന്നില്ല, ചെറിയ ബൈക്കും കാര്യങ്ങളും മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അപ്പം ഞാനത് പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ പോയത്. പിന്നെ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പം അവിടെ ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ വയലിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ കുറേ ആയിട്ടോ പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോൾ പൊന്നെൻ്റെ അടുത്ത് എപ്പോഴും പറയും പാട്ട് പാട് എന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നിർത്തിയ സ്ഥിതിക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എത്ര കോൺഫിഡൻസ് ആയി പാടായിരുന്നാലും പക്ഷെ അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഇരിക്കുന്ന കേട്ടോ കാണേണ്ടത്. പിന്നെ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ശ്രീതി, അവളെ വീട് അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് എനിക്ക് എക്സാക്ട് സ്ഥലം അറിയാത്തതുകൊണ്ട് ഞാൻ ഏത് വീട് കാണുമ്പോഴും ഞാൻ പറയുന്നത് ശ്രീധീൻ്റെ വീടാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവളെ വീടിൻ്റെ മുമ്പിലെത്തി ഞാൻ ശ്രീധീൻ്റെ വീടാന്ന് പറഞ്ഞപ്പോൾ ആൾ വിശ്വസിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങിപ്പോയിട്ട് അവളുണ്ടോ നോക്കി, പക്ഷെ അൺഎക്സ്പെക്റ്റഡ്. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അവളെവിടെയോ പോയതാണ്. ഞാൻ വരുന്നതും അവൾക്കറിയില്ല, ഞാൻ അവിടെ പോകുന്നു ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ അവളോട് പറഞ്ഞു തന്നെ. എനിക്ക് കറക്റ്റ് ഒരു വട്ടമായിട്ടോ പോയ ഒരു പരിചയം ഉണ്ട് എന്നല്ലാണ്ട് അവളെ വീട്ടിൽ ഞാൻ പിന്നെ ഇപ്പോഴാട്ടോ പോകുന്നത്. അപ്പം എനിക്കറിയാം അവളെ വീട്, പക്ഷെ എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ കാണുന്നത് മൊത്തം അവളെ വീടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ശരിക്കും എനിക്കൊരു ഇതാട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാതെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി എന്നൊക്കെ പറഞ്ഞപ്പം അവളും അറിഞ്ഞിട്ടില്ല. അവളും ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോഴായിരിക്കും അവളും അറിയാം ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. പിന്നെ അവളെ കാണാൻ പറ്റാത്ത സംഗതി ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ സുഡിയോൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സുഡിയോൻ്റെ അവിടെ ആകാശത്ത് കണ്ടതാട്ടോ അത്. എല്ലാവരും ഫോൺ പിടിച്ച് മുകളിലോട്ട് നോക്കിക്കുമ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടതാട്ടോ അത്. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് എനിക്കൊരു സാധനം എടുക്കാൻ വേണ്ടി പോയതല്ല, അവൾക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല, സൈസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പുതിയ കളക്ഷൻസൊക്കെ ഏതൊക്കെയാണ് വന്നതെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.